തിരുവനന്തപുരം നഗരസഭയിൽ ബജറ്റ് ചർച്ചയ്ക്കിടെ കയ്യാങ്കളിയിൽ പ്രതിപക്ഷ വനിതാ കൌൺസിലർമാർക്ക് മർദ്ദനമേറ്റതായി പരാതി. ബജറ്റ് പ്രസംഗത്തിന്റെ ആമുഖത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ചുള്ള മോശം പരാമർശത്തെ പ്രതിപക്ഷ ബി.ജെ.പി. കൌൺസിലർമാർ ചോദ്യം ചെയ്തതിനാണ് ഭരണപക്ഷ സി.പി.എം. കൌൺസിലർമാർ മർദ്ദിച്ചതെന്നാണ് ആരോപണം. മർദ്ദനത്തെ തുടർന്ന് കൈക്കും മുഖത്തും പരിക്കേറ്റ വനിതാ കൌൺസിലർമാർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തിരുവനന്തപുരം നഗരസഭയിലെ 2024 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് അവതരണത്തിലെ ആമുഖത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ചുള്ള മോശം പരാമർശങ്ങൾക്കെതിരെയാണ് 35 ബി.ജെ.പി. പ്രതിപക്ഷ കൌൺസിലർമാർ പ്രതിഷേധമുയർത്തിയത്. ഡെപ്യൂട്ടി മേയർ പി.കെ. രാജു ഉൾപ്പെടെയുള്ളവരോട് മാപ്പ് പറയാനാവശ്യപ്പെട്ടെങ്കിലും അത് നിരസിക്കുകയായിരുന്നു. തുടർന്ന് നടന്ന പ്രതിഷേധത്തിൽ വനിതാ കൌൺസിലർമാരെ ഭരണാനുകൂല കൌൺസിലർമാർ കയ്യേറ്റം ചെയ്തുവെന്നാണ് പരാതി. നഗരസഭയിൽ പല ബഡ്ജറ്റ് അവതരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത്രയും വളരെ മോശം രീതിയിൽ പരാമർശം ഉന്നയിച്ച് ഒരു പ്രധാനമന്ത്രി, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ തന്നെ അവഹേളിക്കുന്ന തരത്തിൽ ഒരു ആമുഖം ഉണ്ടാക്കിയ നഗരസഭയുടെ ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് ശക്തമായിട്ട് ഇതിനെതിരെ പ്രതിഷേധിക്കണം, മാപ്പ് പറയണമെന്ന രീതിയിൽ ഞങ്ങൾ എല്ലാവരും പറഞ്ഞപ്പോൾ മാപ്പും പറയാൻ പറ്റില്ല, ഒരു കോപ്പും പറയാൻ പറ്റില്ല, നിനക്ക് ചെയ്യാൻ പറ്റുന്നത് പോയി ചെയ്തോ എന്ന രീതിയിൽ ശക്തമായിട്ട് ഡെപ്യൂട്ടി മേയർ പ്രതിഷേധിച്ച് ഞങ്ങൾക്ക് എതിരെ ഞങ്ങളുടെ കൗൺസിലർമാർ വന്നപ്പോൾ ഞങ്ങളുടെ കൗൺസിലർമാരെ തള്ളി മാറ്റി അവിടെ നിന്ന് പോകാനുള്ള സാഹചര്യമുണ്ട്. കൌൺസിലർമാർക്കെതിരെ അസഭ്യവർഷം നടത്തുകയും ഡെപ്യൂട്ടി മേയർ ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നും കൌൺസിലർമാർ ആരോപിക്കുന്നുണ്ട്. ഡെപ്യൂട്ടി മേയർ വീണ്ടും സഭയിൽ നിന്ന് പുറത്തിറങ്ങി വരുമ്പോൾ നമ്മുടെ വനിതാ കൌൺസിലർമാരെ ചീത്ത പറഞ്ഞുകൊണ്ട് നീയൊക്കെ എന്ത് ചെയ്യും, നീയൊക്കെ RSS ആയാലും BJP ആയാലും മര്യാദയ്ക്ക് ഇവിടെ ജീവിച്ചില്ലെങ്കിൽ കൊന്നുകളയുമെന്ന് പറഞ്ഞാണ് ഭീഷണിപ്പെടുത്തിയത്. ഈ സമയത്താണ് നമ്മുടെ വനിതാ കൗൺസിലർമാർ പ്രതികരിച്ച സമയത്ത് പുരുഷ കൗൺസിലർമാരായിട്ടുള്ള ആളുകൾ ഈ വനിതാ കൗൺസിലർമാരെ ശരീരത്തിൽ ആക്രമിക്കുന്ന, അതായത് ഇപ്പോൾ കൈ ഒടിഞ്ഞു പോയി, രണ്ടുപേരുടെ കൈ ഒടിവ് സംഭവിച്ചിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു സ്ഥിതി നഗരസഭയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നതാണ്. 2 ബി.ജെ.പി. കൌൺസിലർമാരുടെ കൈക്കും ഒരു കൌൺസിലറുടെ മുഖത്തും പരിക്ക് പറ്റിയിട്ടുണ്ട്. നഗരസഭയുടെ ഏകപക്ഷീയമായ നിലപാടിൽ വരും ദിവസങ്ങളിലും ബി.ജെ.പി. കൌൺസിലർമാർ ശക്തമായി പ്രതിഷേധിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം.